അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് നമ്മൾ ഈ ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. പേഴ്സണൽ ട്യൂഷൻ എന്നുള്ള രീതിയിലാണ് എല്ലാവരെയും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള 2 എക്സാം എന്ന് പറയുന്നത് ഒന്ന് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആയിരുന്നു, പിന്നെ ഒന്ന് 325/2020 LD ടൈപ്പിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ മിക്ക ജില്ലകളിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബാച്ചിലുള്ള ഒരുപാട് പേർക്ക് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നമ്മളോടൊപ്പം ഈ ഒരു 1 ഇയർ ത്രൂ ഔട്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് കിട്ടിയെന്ന് അവർ വിളിച്ചറിയിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. സോ അതറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ നമ്മളുടെ അടുത്ത് ചോദിച്ചത് നിങ്ങളുടെ നോട്ട്സ് ഉണ്ടോ പഠിക്കാനായിട്ട്, വീഡിയോ കണ്ട് എടുക്കാനുള്ള സമയമില്ല, നോട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്കതിനൊരു ആൻസർ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ അങ്ങനെ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം അല്ലെങ്കിൽ ഇന്നോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഒരു ഹാർഡ് കോപ്പി മെറ്റീരിയൽ പുറത്തേക്ക് അവൈലബിൾ ആക്കാൻ പോവുകയാണ്. നമ്മളുടെ ആദ്യത്തെ എഡുവാലിയുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലിംഗ് ആണ് ഇന്ന് ഞാൻ പറയണേ. എന്താണ് ബുക്ക്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്, എങ്ങനെയാണ് അതിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഈ ബുക്ക് വാങ്ങണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ബുക്കിനെ കുറിച്ച് അറിയണമെന്നുള്ളവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം കാണണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂവാലി. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ടോ അങ്ങനെയൊന്നുമല്ല, നമ്മളുടെ ഒരു ബുക്കിനെ പറ്റി പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ ഇന്നലെ നമ്മളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയൊക്കെ എല്ലാവർക്കും ഒരുവിധം ആ ഒരു ബുക്കിനെ പറ്റി പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിന് ഇൻസൈഡ് ആ കണ്ടന്റ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിലിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കണേ. അപ്പോൾ നമ്മളുടെ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് വേർഡ് 2007 എന്നുള്ളതാണ്. ഇവിടെ കാണാം എ ജേർണി ത്രൂ വേർഡ് 2007. അതായത് 2007 മൈക്രോസോഫ്റ്റ് വേർഡ് വേർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഓവർലുക്കാണ് നമ്മൾ ചെയ്തേക്കണേ. അപ്പോൾ അതിനകത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന രീതി എങ്ങനെയായിരുന്നു, ആദ്യം വേർഡ് ഇൻട്രഡക്ഷൻ, പിന്നെ വേർഡ് വിൻഡോ, പിന്നെ ഓഫീസ് ബട്ടൺ, അത് കഴിഞ്ഞിട്ട് ഓരോ ടാബ് വൈസ് സ്റ്റഡിയാണ് നമ്മൾ നടത്താറുള്ളത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളുടെ ബുക്കിലും കൊടുത്തിട്ടുള്ളത്. ആദ്യം വേർഡ് 2007 ഇൻട്രൊഡക്ഷൻ ഭാഗം, അതായത് മൈക്രോസോഫ്റ്റ് വേർഡിന് ഈക്വലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റ് സോഫ്റ്റ്വെയർ, അതിൻ്റെ എക്സ്റ്റൻഷൻസ്, അതിൻ്റെ ബിഹൈൻഡ് ഹിസ്റ്ററി കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻട്രൊഡക്ഷൻ സെക്ഷനകത്ത് ഉണ്ടായിരിക്കുക. ഒരു 20-25 ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി വേർഡ് വിൻഡോയ്ക്കകത്ത് നമ്മൾ ടൈറ്റിൽ ബാർ ടു സ്റ്റേറ്റസ് ബാർ വരെയാണ് പഠിക്കണേ. അപ്പോൾ ആ ഓരോ ഭാഗവുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വേർഡ് വിൻഡോ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഓഫീസ് ബട്ടൺ എന്നുള്ളതിനെ സ്പെഷ്യലായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ. ഇനി ഹോം ടാബിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹോം ടാബിനകത്ത് 5 ഗ്രൂപ്പ് ഉണ്ട്: ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽ, എഡിറ്റിംഗ്. അപ്പോൾ ആ 5 ഗ്രൂപ്പിനും ഓരോ ഗ്രൂപ്പിനും സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ നമ്മൾ വേർഡിലെ ഹോം ടാബിനെ കുറിച്ചുള്ളതാണ് എടുത്തേക്കണേ. അപ്പോൾ ഹോം ടാബിൻ്റെ ക്ലിപ്പ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇത്രയും കൊടുത്തിട്ടുള്ളത്, 20 ചോദ്യങ്ങളാണുള്ളത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഫോണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ പാരഗ്രാഫ് ഗ്രൂപ്പ്, അതുപോലെ സ്റ്റൈൽ ഗ്രൂപ്പ്, അതുപോലെ എഡിറ്റ് ഗ്രൂപ്പ്, ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇൻസേർട്ട് ടാബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും ചോദ്യങ്ങൾ, എനിക്ക് തോന്നുന്നു 50 കൂടുതൽ ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മാക്സിമം 50 ക്വസ്റ്റ്യൻസിലാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ടാബിനകത്ത് പേജ്, ടേബിൾ, ഇല്ലുസ്ട്രേഷൻ, ലിങ്ക്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിമ്പിൾസ്. അപ്പോൾ ഈ ഭാഗങ്ങൾ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനകത്ത് എടുത്ത് നോക്കി കഴിയുമ്പം നിങ്ങൾക്ക് ഇതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാണാം, അതുപോലെ തന്നെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാം. അതായത് ഇപ്പോൾ എടുക്കുവാണ് ഇൻസേർട്ട് ടാബിനകത്ത് ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിനകത്ത് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നൊരു കണ്ടന്റ് എടുക്കുക. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് സ്മാർട്ട് ആർട്ട് ഉണ്ട്, അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ആസ് ഒരു എക്സാം എഴുതുന്ന ആളെന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളടക്കം ഇൻക്ലൂഡഡ് ആണ് നമ്മളുടെ ബുക്കിനകത്ത്. ഇനി
മെയിലിംഗ്സ് ടാബ് ഇവിടെ കൊടുത്തിട്ടില്ല. മെയിലിംഗ്സ് ടാബിന് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരൊറ്റ ടാബ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ബന്ധപ്പെട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും ആണ് മെയിലിംഗ്സ് ടാബിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദെൻ റിവ്യൂ ടാബ്, വ്യൂ ടാബ്. ദെൻ അത് കഴിഞ്ഞ് ഏതൊക്കെ സാധ്യതകളുണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് എന്തൊക്കെ സാധ്യതകളുണ്ട്, എവിടെ നിന്നൊക്കെ ഏതൊക്കെ തരത്തിൽ ചോദിക്കാം എന്നുള്ള രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 20-25 ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്ലാസ്സിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ക്ലാസ് അല്ല, നമ്മളുടെ ബുക്കിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെയിൽ എഡിഷൻ്റെ ഭാഗമായിട്ട് ഡെമോ വീഡിയോസ് ഓൾറെഡി, അല്ലെങ്കിൽ ഡെമോ PDF ഓൾറെഡി നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിനകത്തും വാട്സപ്പ് ഗ്രൂപ്പിനകത്തെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്കിൻ്റെ പ്രൈസ് വരുന്നത് ഫസ്റ്റ് എഡിഷൻ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 125 ആണ്, 125 രൂപയാണ്. വേർഡ് 2007 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് ആദ്യത്തെ 250 പേർക്കുള്ള ഓഫറാണ് കേട്ടോ. കൂടാതെ ഈ ആദ്യത്തെ 250 പേർക്ക് നമ്മൾ കൊടുക്കുന്ന മറ്റൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ നമ്പറിൽ, നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ സപ്പോർട്ട് ഉണ്ടായിരിക്കും അപ് ടു December 31 വരെ. ഓക്കെ, 2022 December 31 വരെ നിങ്ങൾക്ക് ഈ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന വീഡിയോ സപ്പോർട്ടും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് ഫസ്റ്റ് എഡിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 25 ആണ്. അപ്പോൾ അതിന് മുമ്പ് പറയുവാണെങ്കിലാണ് September 14 നമ്മളത് ഡെസ്പാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓഫറും കൂടെ വാലിഡ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമുക്ക് കോണ്ടെക്സ്റ്റുവൽ ടാബ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്താണ് കോണ്ടെക്സ്റ്റുവൽ ടാബ്, എങ്ങനെയാണ് കണ്ടന്റ് എന്നുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട്. കൂടുതലും ഈ ഒരു ഇൻസേർട്ട് ടാബിനകത്താണ് ഈ കോണ്ടെക്സ്റ്റുവൽ ടാബ് കൂടുതലും കടന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിന് നമുക്ക് 10 പേജാണ് ഉള്ളത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേജ് ഗ്രൂപ്പിനകത്ത് കുറച്ചേ പഠിക്കാനുള്ളൂ, 4 ക്വസ്റ്റ്യൻസേ മാക്സിമം നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ടേബിൾസ് ഗ്രൂപ്പിൽ നമുക്ക് ഏകദേശം ഒരു 50 ചോദ്യങ്ങളാണുള്ളത്. ടേബിൾസ് ഗ്രൂപ്പിൽ നിന്ന് മാത്രം 50 ചോദ്യങ്ങളാണുള്ളത്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അതുപോലെ തന്നെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിരിക്കും. അപ്പോൾ നമ്മളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ എവിടെയെങ്കിലും സംശയം വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ December 31 മുമ്പ് കോൺടാക്ട് ചെയ്യണം. ഓക്കെ, കോൺടാക്ട് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ക്ലിപ്പിംഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഷൂട്ട് ചെയ്തതിന് ശേഷം ഇന്നതാണ് കാര്യമെന്ന് ക്ലിയർ ആക്കി തരുന്ന വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. അതാണ് വീഡിയോ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസമാണ്. അപ്പോൾ നിങ്ങൾ ഈ ബുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിച്ചു നോക്കുക. ഡൗട്ട് വരുന്ന സമയങ്ങളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. December 31 വരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. 3 മാസം സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈൻ. ഇതാണ് നമ്മളുടെ ബുക്കിനെ പറ്റിയിട്ടുള്ള ഓവർവ്യൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.